ഹായ് ഓൾ. ഇപ്പം സമയം 10:41. ഓക്കെ, ഞാനിപ്പം നിഫ്റ്റിയിലൊരു കോൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോൾ സൈഡ് എൻട്രി. ഞാനപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻട്രി ചെയ്തത്. ഓക്കെ, ഞാനിപ്പോൾ എൻട്രി ചെയ്തിട്ട് ജസ്റ്റ് ഒരു വൺ മിനിറ്റ് ആയതേ ഉള്ളൂ. ഓക്കെ, 1-2 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാനപ്പോൾ ആ ഒരു ബേസിൽ നിന്ന് തന്നെ എടുത്തു. ഞാനപ്പം എൻട്രി ചെയ്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 25,000 ആയിരുന്നു. ഓക്കെ, 25,000 ആയിരുന്നു. 25,000 കോൾ ഓപ്ഷനാണ് ഞാൻ എൻട്രി ചെയ്തത്. ഞാൻ എൻട്രി ചെയ്ത ലെവലെന്ന് പറയുന്നത് ഒരു 134 ആ ഒരു റേഞ്ചിലാണ് ഞാൻ എൻട്രി ചെയ്തത്. ഓക്കെ, എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓക്കെ, ആക്ച്വലി ഞാൻ 124 ആ ഒരു ലെവൽ 10 പോയിൻറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു അത്രയൊന്നും വരത്തില്ല. നിഫ്റ്റി ഇപ്പം ചാർട്ടിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ട് ഞാനിപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ എൻട്രി ചെയ്തേക്കുന്നത്. ഓക്കെ, ആ ഒരു ലെവലാണ് എൻട്രി ചെയ്തേക്കുന്നത്. ഞാനിപ്പം എൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്തേക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 25,214 എന്ന് പറയുന്ന ആ ഒരു ലെവലാണ്. നിയർലി ഒരു എത്രയാണ്, ഒരു 60-70 പോയിൻറ്റ്സ് നമുക്ക് ടാർഗറ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറിങ് ഉണ്ടല്ലേ. അപ്പം എൻ്റെ ആ ഒരു ഞാൻ എൻട്രി ചെയ്തേക്കുന്ന ആ ഒരു റെഡ് ക്യാൻഡിലാണ് ഞാൻ എൻട്രി ചെയ്തേക്കുന്നത്. ഓക്കെ, നിയർലി നമുക്കൊരു 45 പോയിൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. SL വരുന്നതെന്ന് പറയുന്നത് നമുക്കിപ്പം 13 പോയിൻറ്റ്സ് ഇല്ല. ഞാനിപ്പോൾ ജസ്റ്റ് അത്രയും ആ ഒരു ബോക്സിന് തൊട്ട് താഴെ. ഓക്കെ, നിയർലി ഒരു 6 പോയിൻറ്റ്. അപ്പോൾ 6 പോയിൻറ്റ് വരുമ്പോഴത്തേക്കിന് നമുക്ക് എത്രയാണ് വരുന്നത്, നിയർലി നമ്മുടെ ഓപ്ഷൻ ചാർട്ട് ആണെന്നുണ്ടെങ്കിൽ നിയർലി ഒരു 3-4 പോയിൻറ്റ്സ് ഒക്കെ SL വരത്തുള്ളൂ. ഓക്കെ, 130, 127 ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് SL വരും. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഡൗൺ സൈഡിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ എക്സിറ്റ് അടിക്കും. ഓക്കെ, ഞാനൊരു 500 ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഞാനപ്പം എൻട്രി ചെയ്തേക്കുന്ന ആ ഒരു ലെവല് കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 134 ഞാൻ എൻട്രി ചെയ്തേക്കുന്നത്, 500 ക്വാണ്ടിറ്റി തന്നെ. ഓക്കെ, ഇപ്പോൾ കറൻറ്റ്ലി ട്രേഡ് ചെയ്തേക്കുന്നത് 141 ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഓക്കെ, ആക്ച്വലി ഇന്ന് നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു അല്ലേ, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ എന്താണ് ഇന്നത്തെ ആ ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്നൊരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണും എന്നുള്ള ഒരു. ഓക്കെ, നമുക്ക് ഈ ഒരു ലെവലിൽ, അതായത് ഇത് നമുക്ക് 2 മിനിറ്റ്സ് ക്യാൻഡിലാണ്. 2 മിനിറ്റ്സ്. ഓക്കെ, ഇത് ഞാൻ 5 years പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വോളിയം ബാലൻസിൽ നമുക്ക് എന്താണ് റീ എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കപ്പം വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് അത്രയാണ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് നമ്മുടെ ആ ഒരു റിസ്ക് റിവാർഡ് മാനേജ്മെൻറ്റ് കറക്റ്റ് ആയിട്ട് വരുന്നൊരു പ്രോപ്പർ ട്രേഡാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമോ അതിലൊന്നും കാര്യമില്ല. സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റ് ഹിറ്റ് ആവുമെന്നല്ല, നമുക്ക് ഇങ്ങനത്തെ കറക്റ്റായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് ട്രേഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൽ ആ ഒരു ട്രേഡിലൊക്കെ എൻട്രി ചെയ്യുന്നതിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഇപ്പം നമ്മുടെ എല്ലാവരും സ്ട്രാറ്റജി ഇപ്പം സെയിം ആവണമെന്നില്ല. ഇപ്പം പലർക്കും പല സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ. ആ ഒരു സ്ട്രാറ്റജി ആയാലും പ്രോപ്പറായിട്ടൊരു റിസ്ക് റിവാർഡ് വേണം. നമുക്ക് ഒരു ഇപ്പം ഓപ്ഷൻ ചാർട്ട് വല്ലതും നോക്കിയിട്ടാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ എൻട്രി ചെയ്തിട്ടാണെങ്കിൽ ഒരു 5 പോയിൻറ്റ്സ് ഈസി ആയിട്ട് ഇപ്പം എൻട്രി ചെയ്തേക്കുന്ന പോയിൻറ്റ് നമുക്ക് 5 പോയിൻറ്റ് ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രോഫിറ്റ് റണ്ണിങ് 3,500+ പ്രോഫിറ്റ് കറൻ്റ്ലി ഇപ്പം നമുക്ക് റണ്ണിങ് ആണ്. ഓക്കെ, ഇത് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, നല്ലൊരു ആക്ച്വലി നമുക്ക് ഇങ്ങനത്തെ ഇപ്പം ഞാൻ ഈ ഒരു സെപ്റ്റംബർ മന്തിലെ ഫസ്റ്റ് ട്രേഡാണ്. ഞാനിപ്പം ട്രേഡ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് എന്താണ് ഇപ്പം ഈ ലാസ്റ്റ് 2 വീക്സായിട്ട് എന്താണ് ഭയങ്കര മാർക്കറ്റിൽ നല്ല കൺസോളിഡേറ്റിംഗ് മാർക്കറ്റായിരുന്നു അല്ലേ, ഭയങ്കര കൺസോളിഡേറ്റിംഗ് മാർക്കറ്റായിരുന്നു. ഓക്കെ, അപ്പം ഇന്ന് ഒരു ട്രെൻഡിങ് ആയിട്ട് തോന്നിയപ്പം ഇന്നലെ ആഫ്റ്റർനൂൺ സെക്ഷനിൽ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയിലും ഒരു മൊമെൻറ്റം വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോൾ ഇന്ന് ഒരു ട്രെൻഡിങ് ഡേ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ടാണ് നമുക്ക് എന്താണ് ഇന്ന് നമുക്കൊരു ട്രെൻഡിങ് ഡേ ആണെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ രാവിലെ തന്നെ ട്രേഡ് കാലിൽ എൻട്രി ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് 135, ഇപ്പോൾ 2,500, 2,400 ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒന്ന് റിലാക്സ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം സമയം 10:49 ഉള്ളൂ. ഓക്കെ, അപ്പം ഒത്തിരി സമയമൊന്നും ആയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്, അപ്പോൾ 147, നമുക്കൊരു 6,500 റുപ്പീസൊക്കെ ഇപ്പോൾ പ്രോഫിറ്റ് കറൻ്റ്ലി റണ്ണിങ് ആണല്ലേ. ഇപ്പം ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് നല്ലൊരു പുൾ ബാക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനപ്പം ഇന്നത്തെ ഡേ ഹൈ ഉണ്ടല്ലോ, ഡേ ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ബാങ്ക് നിഫ്റ്റിയിലൊരു കോൾ എൻട്രി കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഓവറോൾ ഇന്ന് എല്ലാ ഇൻഡെക്സും എന്താണ് ഒരു ഓവറോൾ ഒരു നെഗറ്റീവാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബുള്ളിഷ് ട്രേഡ് എടുത്ത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പ് കാര്യങ്ങളിൽ ഇപ്പോഴാണ് ഫോം ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺസോൾട്ടേറ്റീവ് മാർക്കറ്റായിരുന്നു. ആ ഒരു കൺസോൾട്ടേറ്റീവ് മാർക്കറ്റിൽ നിന്ന് മാറി ഇന്ന് ജസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് എന്താണ് ഇന്ന് നിഫ്റ്റിയിലൊരു കോൾ എൻട്രി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പം
ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇപ്പം ഒരു ട്രേഡിൽ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ടാർഗറ്റും നമ്മൾ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസും നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അതാണ് നമ്മൾക്ക് കറക്റ്റായിട്ടൊരു റിസ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. ഓക്കെ, ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിൽ എത്രത്തോളം പൈസ പോകും അത്രയും മാത്രമേ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന അത്രയും എമൗണ്ട് മാത്രമേ നമുക്ക് ആ ഒരു പൈസയിൽ പോകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇല്ലാതെ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഇപ്പോൾ ട്രേഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊരു ഹോപ്പാണ്, ഇത് കയറുമ്പോൾ നമുക്ക് പ്രോഫിറ്റിലാവുന്ന, അല്ലെങ്കിൽ കോസ്റ്റ് എത്തുമ്പോൾ എക്സിറ്റ് അടിക്കുക എന്നുള്ള ഒരു തോട്ട് വരും. ഇപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു 5 പോയിൻ്റ് മാർക്കറ്റിൽ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഈസി ആയിട്ട് ഒരു ഏതെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇൻ ദ മണി അല്ല അറ്റ് ദ മണിയിലുള്ള ഏതെങ്കിലും ഒരു കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു 5-10 പോയിൻ്റ് മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ എക്സിറ്റ് അടിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അത്രത്തോളം റിസ്ക്കാണ് അതിൽ നമുക്ക് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ നമ്മുടെ ആ ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഹിറ്റാവുന്ന ആ ഒരു ടൈം വരെ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം സമയം എത്രയാണ്? 10:58 ഇപ്പം നിയർലി നമ്മുടെ ടാർഗറ്റും കാര്യങ്ങളോട്ട് ഹിറ്റ് ആവാറായി. ഓക്കെ, കറൻ്റ്ലി ഇപ്പം നമുക്ക് ട്രേഡിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 13,000-14,000 റുപ്പീസ് കറൻ്റ്ലി ഇപ്പം ട്രേഡ് പ്രോഫിറ്റിലാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എന്തായാലും നമ്മുടെ ആ ഒരു ലെവലിൽ ഹിറ്റ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് എന്തായാലും എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഞാൻ സെക്കൻഡ് ടാർഗറ്റ് വെച്ചേക്കുന്ന ആ ഒരു ലെവലെന്ന് പറയുന്നത് എത്രയാണ്? ആ ഒരു 25,236 ആണ്. പക്ഷേ ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇന്ന് ഞാൻ പറയില്ല ഒരു ബിയറിഷ് ട്രെൻഡാണ്. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ നമുക്ക് എത്രയാണ് 1:5 റിസ്ക് റിവാർഡ് ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം എന്താണ് നമുക്കിപ്പം ഞാൻ പറയില്ല, നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ടൊരു റിസ്ക് റിവാർഡ് കറക്റ്റായിട്ടുള്ള ഒരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു 1:2 റിസ്ക് റിവാർഡ് മിനിമം നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓക്കെ, 1:1 അല്ല, 1:2 1:3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1:3 റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡിലാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരെണ്ണം ലോസ് വന്നാലും ബാക്കി 2 പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേക്കിന് നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, ഓവറോൾ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആ ടാർഗറ്റിലോട്ട് ഹിറ്റ് ആവുന്നുണ്ട്. നമുക്ക് ഈ ഒരു ലെവലിൽ ഹിറ്റ് ആകുമ്പോൾ തന്നെ എന്താണ് എക്സിറ്റ് അടിക്കും. കാരണം ഇതൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലാണ് ഞാനിപ്പോൾ ഈ ഒരു ടാർഗറ്റായിട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 2 ടൈപ്പ് ലിക്വിഡിറ്റീസ് ഉണ്ട്. ഒന്ന് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഉണ്ട്, ഒന്ന് എക്സ്റ്റേണൽ ഉണ്ട്. നമ്മളിപ്പം എൻട്രി ചെയ്തേക്കുന്നത് എന്താണ്? എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ലെവലിൽ നിന്നാണ് നമ്മൾ എൻട്രി ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പം ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലാണ് നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കറൻ്റ്ലി നമുക്കൊരു 15,000, 14,700, 800 റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു 30 പോയിൻറ്റ്സോളം നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തേക്കുന്നത് 164, 162, 163 ആ ഒരു ലെവലിൽ തന്നെയാണ് നമുക്ക് മാർക്കറ്റ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ. നമ്മളൊരു 30,000 റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്യാണ്. ഓക്കെ, കറൻ്റ്ലി 15,000 റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്യാണ്. ഓക്കെ, കറൻ്റ്ലി നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, നമ്മളിപ്പം ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കറൻ്റ്ലി എത്രയാണ്? 15,200 റുപ്പീസ് പ്രോഫിറ്റിലാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പോൾ ആ ഒരു ടാർഗറ്റിൽ ഞാൻ എക്സിറ്റ് അടിച്ചു. ആ ഒരു ടാർഗറ്റിൽ ഇപ്പം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഞാൻ എൻ്റർ ചെയ്തേനെ. ഇനി നമുക്കിപ്പോൾ എത്രത്തോളം മാർക്കറ്റ് കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ ജസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ആ ഒരു ടാർഗറ്റും കാര്യങ്ങളും എല്ലാം ഹിറ്റായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളെ നോക്കാം. ഇന്ന് കാരണം ഇനിയും ഒരു എക്സ്പയറി ദിവസമല്ലേ, അപ്പോൾ ഇനി ഒരു സെക്കൻഡ് ഹാഫിലായിരിക്കും ചിലപ്പോൾ ഒരു മാർക്കറ്റിലൊരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും ഇനിയും ഒരു നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എൻട്രിയും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അതെന്തായാലും ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.